ഫ്രണ്ട്സ്, ഏവർക്കും ഈസി ലേൺ PSCയിലേക്ക് സ്വാഗതം. ഇന്ന് നടന്ന LDC എക്സാമിൻ്റെ മാത്സിൻ്റെ ആൻസർ കീയാണ് നോക്കുന്നത്. 3.5 മീറ്റർ നീളമുള്ള കമ്പി രണ്ടായി മുറിച്ച് ഒരു കഷ്ണം വളച്ചൊരു സമചതുരവും മറു കഷ്ണം വളച്ചൊരു സമഭുജ ത്രികോണവും ഉണ്ടാക്കണം. സമചതുരത്തിൻ്റെയും സമഭുജ ത്രികോണത്തിൻ്റെയും വശങ്ങൾക്ക് ഒരേ നീളമാണ് എങ്കിൽ വശത്തിൻ്റെ നീളം എത്ര? 3.5 മീറ്റർ നീളം എന്ന് പറയുമ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ആൻസർ എല്ലാം സെൻറ്റിമീറ്ററിലാണ് തന്നിരിക്കുന്നത്. അപ്പോൾ 3.5 മീറ്റർ നമുക്ക് സെൻറ്റിമീറ്ററിലാക്കുമ്പോൾ എത്രയാണ്? 3.5 മീറ്റർ. 1 മീറ്റർ എത്ര സെൻറ്റിമീറ്ററാണ്? 1 മീറ്റർ 100 സെൻറ്റിമീറ്ററാണ് അല്ലേ? 1 മീറ്റർ എത്ര സെൻറ്റിമീറ്ററാണ്? 100 സെൻറ്റിമീറ്ററാണ്. അപ്പോൾ 3.5 മീറ്റർ എത്ര സെൻറ്റിമീറ്ററാണ്? 350 സെൻറ്റിമീറ്ററാണ്. നമുക്ക് 350 സെൻറ്റിമീറ്ററുള്ള സാധനമാണ് എന്താക്കേണ്ടത്? സമചതുരവും ഉണ്ടാക്കണം, സമഭുജ ത്രികോണവും ഉണ്ടാക്കണം. അപ്പോൾ സമചതുരത്തിന് എത്ര സ്ഥലമുണ്ട്? സമചതുരം എന്ന് പറയുമ്പോൾ എത്രയാണ്? ഇത് എൻ്റെ സമചതുരമായിട്ട് തോന്നുന്നില്ല, ഒരു നിമിഷം. സമചതുരം എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? സമചതുരം എന്ന് പറയുമ്പോൾ 4 വശവും തുല്യമായിട്ടുള്ളതാണ് സമചതുരം. അപ്പോൾ ഏത് വരും? ഇത് സമചതുരമാണെന്ന് വിചാരിക്കുക. ഇതിന് 4 വശമുണ്ട്. സമഭുജ ത്രികോണം എന്ന് പറയുമ്പോൾ 3 വശം തുല്യമായിട്ടുള്ള സമഭുജ ത്രികോണം. 3 വശം തുല്യം. മൊത്തം എത്ര വശമുണ്ട്? 1 2 3 4 5 6 7 വശം. 7 വശത്തിൻ്റെ ആകെ അളവാണ് 350 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത്. 7 വശത്തിൻ്റെ ആകെ അളവാണ് എന്ത്? 350 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത്. എങ്കിൽ 7 വശത്തിൻ്റെ അളവ് 350 സെൻറ്റിമീറ്റർ ആണെങ്കിൽ 7A എന്ന് പറയുന്നത് 7 വശത്തിൻ്റെ അളവ് 350 സെൻറ്റിമീറ്റർ എങ്കിൽ ഒരു വശത്തിൻ്റെ നീളം എത്രയായിരിക്കും? 350/7. അപ്പോൾ എത്ര വരും? 7 35 50 സെൻറ്റിമീറ്ററാണ് ആൻസറായിട്ട് വരുന്നത്. ഒന്നും കൂടെ പറയാം. ഈ ക്വസ്റ്റ്യനകത്ത് 3.5 മീറ്റർ നീളമുള്ള കമ്പി രണ്ടായി മുറിച്ച് ഒരു കഷ്ണം വളച്ചൊരു സമചതുരവും മറു കഷ്ണം വളച്ചൊരു സമഭുജ ത്രികോണവും ഉണ്ടാക്കുന്നു. അപ്പോൾ 3.5 മീറ്റർ നീളമുള്ള സാധനമാണ് ഉണ്ടാക്കുന്നത്. 3.5 മീറ്റർ നീളമുള്ള സാധനം മുറിച്ച് സമചതുരവും ഉണ്ടാക്കണം, സമഭുജ ത്രികോണവും ഉണ്ടാക്കണം. എങ്കിൽ ഒരു വശത്തിൻ്റെ നീളമാണ് ചോദിച്ചിരിക്കുന്നത്. സമചതുരം എന്ന് പറയുമ്പോൾ എല്ലാ വശവും തുല്യമാണ്. അങ്ങനെ ആകുമ്പോൾ സമഭുജ ത്രികോണം എന്ന് പറയുമ്പോൾ എല്ലാ വശവും തുല്യമാണ്. അപ്പോൾ എല്ലാ വശവും തുല്യമായിട്ടുള്ള സമചതുരവും സമഭുജ ത്രികോണവും ഉണ്ടാക്കണം. 3.5 മീറ്റർ നീളമുള്ള കമ്പിയാണ്. അപ്പോൾ 3.5 മീറ്റർ എന്നാണ് ഇവർ തന്നിരിക്കുന്നത്. ആൻസർ തന്നിരിക്കുന്നത് സെൻറ്റിമീറ്ററിലാണ്. അപ്പോൾ നമ്മൾ ഈ 3.5 മീറ്ററിനെ നമുക്ക് സെൻറ്റിമീറ്ററിലേക്ക് മാറ്റാം. അപ്പോൾ ഒരു മീറ്റർ എന്ന് പറയുന്നത് 100 സെൻറ്റിമീറ്റർ ആണ് അല്ലേ? അപ്പോൾ 3.5 മീറ്റർ എത്രയാണ്? 3.5 × 100 എന്ന് വരത്തില്ലേ? അപ്പോൾ എത്ര വരും? 350 സെൻറ്റിമീറ്റർ എന്ന് വരും. 350 സെൻറ്റിമീറ്ററാണ് മൊത്തം ഉള്ളത്. അതിന് നമുക്ക് സമചതുരവും ആക്കണം, സമഭുജ ത്രികോണവും ആക്കണം. സമചതുരത്തിന് എത്ര വശമുണ്ട്? 4 വശമുണ്ട്. 1 2 3 4. സമഭുജ ത്രികോണത്തിന് എത്ര വശമുണ്ട്? 3 വശമുണ്ട്. അപ്പോൾ മൊത്തം 7 വശമുണ്ട്. അപ്പോൾ ഒരു വശത്തിന് A എന്ന് വിളിക്കാം. അപ്പോൾ 7A = 350. A എത്രയാണ്? 350/7 എത്ര വരും? 50 സെൻറ്റിമീറ്റർ എന്ന് വരും. ഓപ്ഷൻ ബി. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യനാണ്. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്, 50 സെൻറ്റിമീറ്റർ. അടുത്ത ക്വസ്റ്റ്യനാണ്. ഗാന്ധി ജയന്തിക്ക് 30% വിലക്കിഴിവ് അനുവദിച്ചപ്പോൾ ഒരാൾ 3500 രൂപയ്ക്ക് 3500 രൂപ കൊടുത്ത് ഖാദി വസ്ത്രങ്ങൾ വാങ്ങി. എത്ര രൂപ വിലയുള്ള വസ്ത്രങ്ങളാണ് അയാൾക്ക് കിട്ടിയത്? 30% കിഴിവ് അനുവദിച്ചപ്പോൾ അയാൾക്ക് കിട്ടിയത് 30% കിഴിവ് അനുവദിച്ചപ്പോഴാണ് അങ്ങേർക്ക് 3500 രൂപയ്ക്ക് കിട്ടിയത്. അപ്പോൾ അയാൾ എത്ര? 70%. 30% കിഴിവുള്ളപ്പോൾ കിട്ടിയതാണ് 3500 രൂപയ്ക്ക്. കിഴിവുള്ളപ്പോഴാണ് അയാൾക്ക് 3500 രൂപയ്ക്ക് കിട്ടിയത്. അപ്പോൾ ഈ 3500 രൂപ എന്ന് പറയുന്നതിൻ്റെ എത്ര ശതമാനമാണ്? 70%. 30% കിഴിവല്ലേ? അപ്പോൾ 70% 3500 രൂപയാണ് കിട്ടിയത്. എങ്കിൽ അയാൾ ഒറിജിനൽ പ്രൈസാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 100% എങ്ങനെ കണ്ടുപിടിക്കും? 3500 100% എങ്ങനെ കണ്ടുപിടിക്കുന്നത്? 70% 3500 ആണെങ്കിൽ 100% എങ്ങനെയായിരിക്കും? 3500 ÷ 70 × 100 ഇല്ലേ? 3500 ÷ 70 × 100 കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ എത്ര വരും? 7 35 500 10 വരുമ്പോൾ 500 × 10 5000 രൂപയെന്ന് വരും. ഓക്കെ, ഇനി അടുത്തത്. അച്ചുവിൻ്റെ വീടിന് ചുമര് തേക്കുന്നതിന് സിമെൻറ്റും മണലും 1:5 എന്ന അംശബന്ധത്തിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. സിമെൻറ്റ് മണൽ ഉപയോഗിച്ചിരിക്കുന്ന അംശബന്ധം ഏതാ? 1:5 എന്ന അംശബന്ധത്തിലാണ്
1:5 എന്ന അംശബന്ധത്തിലാണ് സിമെൻറ്റ് മണ്ണ് കൊടുത്തിരിക്കുന്നത് 1:5 എന്ന അംശബന്ധത്തിലാണ്. ഇതിനായി 45 ചാക്ക് സിമെൻറ്റ്. അപ്പോൾ ആദ്യം കിടക്കുന്ന സിമെൻറ്റിൻ്റെയാണ്. ഒരു അംശബന്ധം എന്ന് പറഞ്ഞാൽ 45 ചാക്ക് സിമെൻറ്റ് എടുത്തു. അപ്പം എക്സ് എന്ന് പറയുന്നത് 45 കിട്ടി. എത്ര ചാക്ക് മണൽ വാങ്ങണം? ഇപ്പം 1x 45 5x എത്രയാണ്? 5x = 5 × 45 എന്ന് വരും. എത്ര വരും? 5 × 45 എന്ന് പറയുന്നത് എത്രയാണ്? I 5 25, I 4 20, 20 22, 225 എന്ന് വരും ഇല്ലേ? 225. ഓപ്ഷൻ ഡി ആണ് ആൻസറായിട്ട് വരുന്നത്. ഇനി അടുത്തത്, ഒരു ചതുരത്തിൻ്റെ ചുറ്റളവ് 26 സെൻറ്റിമീറ്റർ. ഒരു ചതുരത്തിൻ്റെ ചുറ്റളവ് 26 സെൻറ്റിമീറ്ററാണ്. ഈ ചതുരത്തിൻ്റെ നീളം 2 മടങ്ങും വീതി 3 മടങ്ങുമായാൽ നമുക്ക് മറ്റൊരു ചതുരം വരച്ചപ്പോൾ ചുറ്റളവ് എത്രയായി? 62 സെൻറ്റിമീറ്റർ ആയി എങ്കിൽ ആദ്യ ചതുരത്തിൻ്റെ നീളം എത്ര? ഒരു ചതുരത്തിൻ്റെ ചുറ്റളവ് നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ചതുരത്തിൻ്റെ ചുറ്റളവ് കണ്ടുപിടിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് 2 × L + B. ചെയ്തപ്പോൾ നമുക്ക് 26 കിട്ടി. പിന്നെ രണ്ടാമത് അയാൾ എന്തോ പറഞ്ഞിരിക്കുന്നത്? നീളം 2 മടങ്ങ് കൂട്ടി. അപ്പോൾ 2 × നീളം 2 മടങ്ങ് കൂട്ടുമ്പോൾ എത്രയായി? 2L + വീതി 3 മടങ്ങ് കൂട്ടി. അപ്പം 3B എന്ന് പറയുന്നത് എത്ര കിട്ടി? 62 കിട്ടി. എങ്കിൽ ചതുരത്തിൻ്റെ നീളം എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് നമുക്ക് സിംപ്ലിഫൈ ചെയ്തെടുക്കണം. അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും. 2 × L + B എന്ന് പറയുന്നത് എത്രയാണ്? 26. അപ്പോൾ 2 × 2L + 3B എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം? 2 × 2L എത്രയാണ്? 4L + 6B എന്ന് പറയുന്നത് എത്രയാണ്? 62 എന്നും കിട്ടിയിട്ടുണ്ട്. ഇതിൽ നിന്ന് നമുക്ക് എല്ലിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. അങ്ങനെ ആകുമ്പോൾ ഇതിനെ നമുക്ക് ആദ്യത്തെ ഇക്വേഷൻ എങ്ങനെ ഇടും? 2L + 2B = 26 എന്നും കിട്ടും. ഇനി ഇക്വേഷൻ നമ്പർ 1 ഇക്വേഷൻ നമ്പർ 2 ഇത്, ഇക്വേഷൻ നമ്പർ 1 ഇത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇക്വേഷൻ നമ്പർ 1 / 2 ചെയ്യാം. അപ്പോൾ എത്ര കിട്ടും? 2L + 3B = 62നെ 2 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര വരും? 62നെ 2 വെച്ച് ചെയ്യുമ്പോൾ 23 31 എന്ന് കിട്ടും അല്ലേ? 31 2 62 അല്ലേ? അപ്പോൾ ഇത് 1 - 2 ചെയ്യുമ്പോൾ എത്ര കിട്ടും? 2 - 1 ചെയ്യാം. ഇക്വേഷൻ നമ്പർ ഇതേ മൈനസ് ഇത് 2 - 1 ചെയ്യുമ്പോൾ ഇതിന് 2 എന്നും കൊടുക്കാം, ഇതിന് 1 എന്നും കൊടുക്കാം. 2 - 1 ചെയ്യുമ്പോൾ എത്ര കിട്ടും? B = 31 ന് 26 കുറയ്ക്കുമ്പോൾ എത്രയാണ്? 26 4 30 31 26 5 B 5 എന്ന് കിട്ടും. B 5 എന്ന് കിട്ടി നമുക്ക്. ഇവരെന്താ ചോദിച്ചിരിക്കുന്നത്? നീളമാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ? നീളമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ 5 എന്നുള്ളത് ഒരു ഇക്വേഷനകത്ത് ഇട്ട് കൊടുക്കാം. 2L + 10 = 26 എന്ന് വരും. അപ്പോൾ L എത്ര കിട്ടും? 2L = 26 - 10 എന്ന് പറയുമ്പോൾ 16 വരും. L 8 എന്ന് കിട്ടും. കിട്ടത്തില്ലേ? എല്ലിൻ്റെ ആൻസർ എത്രയാണ്? 8. ഓപ്ഷൻ ഡി ആണ് വരുന്നത്. എല്ലിൻ്റെ ആൻസർ 8 ആണ്. ഇത് സിംപ്ലിഫൈ ചെയ്ത് എടുത്താൽ മതിയാവും. 840 km/മണിക്കൂർ വേഗതയിൽ സഞ്ചരിക്കുന്ന ഒരു വിമാനത്തിന് 5040 km സഞ്ചരിക്കാൻ എത്ര സമയം വേണം? അപ്പോൾ എത്രയാണ്? 5040 / 840 ചെയ്യുക. 0 പോകും. 84 എത്ര പ്രാവശ്യമാണ്? 6 മണിക്കൂറാണ് വരുന്നത്. ഇനി അടുത്തത്, രവിക്ക് വീണയേക്കാൾ 10 വയസ്സ് കൂടുതലാണ്. അപ്പോൾ നമുക്ക് രവിയെയും വീണയ്ക്കും കൂടെ ഒരു സ്ഥലം കൊടുക്കാം. രവിക്ക് വീണയേക്കാൾ 10 വയസ്സ്. അപ്പോൾ വീണയ്ക്ക് x, രവിക്ക് x + 10. അടുത്ത വർഷം രവിയുടെ വയസ്സ് വീണയുടെ വയസ്സിൻ്റെ 2 മടങ്ങ്. അടുത്ത വർഷമായപ്പോൾ രവിക്ക് 2x ആയി, വീണയ്ക്ക് x + 1 ആയി. എങ്കിൽ രവിയുടെ ഇപ്പോഴത്തെ വയസ്സ് എത്ര? അപ്പോൾ നമുക്ക് ഓപ്ഷൻ വഴി നോക്കാം. ആദ്യത്തെ ഓപ്ഷൻ 19 ആണ്.
രവിക്ക് ഇപ്പോൾ 19 വയസ്സാണെങ്കിൽ വീണയ്ക്ക് 9 വയസ്സ്, രവിക്ക് 19 വയസ്സ്. ഓക്കെ, അപ്പോൾ അടുത്ത വർഷം ആകുമ്പോൾ വീണയ്ക്ക് 10, രവിക്ക് 20. കറക്റ്റായി. അപ്പോൾ ഓപ്ഷൻ എ ആൻസറായിട്ട് കിട്ടി. ഓക്കെ, 2025 ഏപ്രിൽ മാസത്തിലെ ആദ്യ ദിവസം ബുധനാഴ്ചയായാൽ അവസാന ദിവസം ഏത്? 2025 ഏപ്രിൽ 1 ഏതാ? ബുധൻ, വെനസ്ഡേ. ഏപ്രിൽ 1 വെനസ്ഡേ ആണ്. ഏപ്രിൽ എത്ര ദിവസമുണ്ട് മൊത്തം? 30 ഡേയ്സ് ആ സെപ്റ്റംബർ, ഏപ്രിൽ, ജൂൺ, 30 ദിവസമാണ് ഉള്ളത്. ഏപ്രിൽ 1 വെനസ്ഡേ ആണ് തന്നിട്ടുണ്ട്. ബാക്കി എത്ര ദിവസമുണ്ട്? 29 ദിവസമുണ്ട്. 29നെ 7 വെച്ച് ഡിവൈഡ് ചെയ്യുക. ഇപ്പോൾ 7 4 28. റിമൈൻഡർ എത്ര വന്നു? റിമൈൻഡർ 1 വന്നു. അപ്പോൾ ബുധനിൻ്റെ കൂടെ ഒന്നുകൂടെ കൂട്ടുമ്പോൾ വ്യാഴം. ഓപ്ഷൻ സി. അടുത്ത പദം കണ്ടെത്തുക. BEG JMO RUW. ഇവിടെ ബിയും ജെയും തമ്മിലുള്ള കണക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ +8 കൂടുമ്പോഴാണ് ജെ വരുന്നത്. അതേപോലെ ഇയും ജെയും എമ്മും വരുന്നത് +8. അതായത് ഓരോ ടേമും 8 വെച്ച് കൂട്ടിയാണ് വരുന്നത്. അപ്പോൾ 6ൻ്റെ കൂടെ 8 കൂട്ടുമ്പോൾ എത്ര കിട്ടും? 6 + 8. 6 കഴിഞ്ഞിട്ട് STUR STUVWXYZ. 8 കൂട്ടുമ്പോൾ എത്ര വന്നു? Z വന്നു. അതേപോലെ യുവിൻ്റെ കൂടെ 8 കൂട്ടുക. യു കഴിഞ്ഞിട്ട് VWXYZABC. 8 കൂട്ടുമ്പോൾ സി വന്നു. അപ്പോൾ ZCE എന്ന് കിട്ടി. ഇനി അടുത്ത് AXൻ്റെ സഹോദരിയും, ഇവിടെ ശ്രദ്ധിച്ചോളൂ. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ AXൻ്റെ സഹോദരിയും. അപ്പോൾ നമുക്ക് എ കൊടുക്കാം. AXൻ്റെ സഹോദരി. അപ്പോൾ രണ്ടുപേരും സഹോദരൻ സഹോദരിയാണെന്ന് വിചാരിക്കും. XYയുടെ മകളും XYയുടെ മകൾ. XYയുടെ മകൾ. അപ്പോൾ X അമ്മയാണ്, YZൻ്റെ മകളും YZൻ്റെ മകൾ. അപ്പം YZൻ്റെ മകൾ. അപ്പോൾ ഇത് വന്നു. അതിൽ എയുടെ ഇസഡിൻ്റെ മകളുമാണെങ്കിൽ എയുടെ ആരാണ് ഇസഡ്? ഇവർ തമ്മിൽ സഹോദരൻ സഹോദരിയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് അമ്മൂമ്മയാണ്. വേറെ ഓപ്ഷനൊന്നും വരാൻ വഴിയില്ല. എക്സും എയും സഹോദരനും സഹോദരിയും. അവരുടെ അമ്മയാണ് വൈ. പിന്നെ അപ്പോൾ വൈയുടെ അമ്മ അമ്മൂമ്മയാകും, ഇല്ലേ? ആവത്തില്ലേ? അമ്മമ്മ. ഒരു ക്ലോക്കിലെ സമയം 4:10 ആകുമ്പോൾ മണിക്കൂർ മിനിറ്റ് സൂചികൾക്കിടയിലെ കോണളവ് എത്രയായിരിക്കും? ഇതിൻ്റെ ഫോർമുല എന്തുവാ? 30 hour minus 11/2 മിനിറ്റ് എന്ന് വരും, ഇല്ലേ? അപ്പോൾ 30 ഇൻറ്റു അവർ ഇവിടെ എത്രയാ? 4 മൈനസ് 11/2 ഇൻറ്റു 10. അപ്പോൾ 3 4 12 എത്ര വരും? 120. എങ്ങനെ വരും? 120 മൈനസ് 11/2 ഇൻറ്റു 2 5 10. 11 5 55. അപ്പോൾ എത്ര വരും? 120 55 കുറയ്ക്കുമ്പോൾ എത്രയാണ്? 60 120 65. ആൻസർ എത്ര കിട്ടും? 65 ആൻസറായിട്ട് വരുന്നത്. നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. പ്രൊഫഷണൽ ആൻസർ കീ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ.